ഇന്ന് ഒരു റെസിപ്പി വെച്ചിട്ട് നമുക്ക് 3 ടൈപ്പ് ചക്കയട ഉണ്ടാക്കാം. എന്തൊക്കെയാണെന്നല്ലേ? ചക്ക ഓട്ടട, ചക്ക ഇലയട, വയണയപ്പം. അതും ഹെൽത്തി ആയിട്ടുള്ള അമൃതം പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അമൃതം പൊടി ഇല്ലെങ്കിൽ ആട്ട യൂസ് ചെയ്താലും മതി. ഇനി നല്ല വരിക്ക ചക്ക ചെറുതായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് 1 കപ്പ് തേങ്ങ, കുറച്ച് ഏലക്കാപ്പൊടി, പിന്നെ അമൃതം പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി. ഈ അമൃതം പൊടി കുഞ്ഞുങ്ങൾക്ക് അംഗൻവാടികളിൽ നിന്നും ഗവൺമെൻറ് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതിലെ കണ്ടന്റ് കണ്ടോ? ഗോതമ്പ്, നിലക്കടല, സോയ, പഞ്ചസാര, ഇതാണ് ഇതിൻ്റെ കണ്ടന്റ്. 1 കിലോ അമൃതം പൊടിക്ക് ഒരു 1/2 കിലോളം ശർക്കര യൂസ് ചെയ്യുന്നുണ്ട്. അമൃതം പൊടിയിൽ കുറച്ച് മധുരം ഓൾറെഡി ഉള്ളതാണ് കേട്ടോ. സോ നമുക്ക് തുടങ്ങാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ശർക്കര ഉരുക്കാൻ വെക്കുക. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് 1/2 കിലോളം ശർക്കര ഉരുക്കാനായിട്ട് വെക്കുക. ശർക്കര ഉരുകി തിളച്ചു വരുമ്പോഴേക്കും ഇതിലേക്ക് ചക്ക അരിഞ്ഞത് ചേർത്ത് ഇളക്കിയെടുത്ത് വേവിക്കുക. ഇനി ശർക്കര ഒന്ന് കുറുകി വരുമ്പോഴേക്കും 1 കപ്പ് തേങ്ങയും കുറച്ച് ഉപ്പും ഏലക്കാപ്പൊടിയും ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കുക. ഇളക്കി വരട്ടിയെടുക്കുക. അതായത് ഡ്രൈ ആയിട്ട് വരണം. നമുക്ക് ഈ ഇലയുടെ ഉള്ളിൽ വെക്കാനുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ട് വരണം. ഇത് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് തണുക്കാൻ വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് അമൃതം പൊടി ഇടുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. അല്പം നെയ്യും ചേർക്കുക. ലൂസ് കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. നമുക്ക് കൈകൊണ്ട് ഇലയിൽ പരത്തിയെടുക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസി. ഇനി നമുക്ക് പോയി വട്ടയിലയും വയണയിലയും പോയി പറിച്ചു കൊണ്ടുവരാം. ഇതൊന്നുമില്ലെങ്കിലും വാഴയില ആയാലും മതി. പക്ഷേ വട്ടയിലയിലും വയണയിലയിലും ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക സ്വാദാണ്. എന്നിട്ടൊരു വട്ടയില എടുത്തിട്ട് കയ്യിൽ അല്പം പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് മാവെടുത്ത് ഒരു ഉരുളയാക്കി ഈ വട്ടയിലേക്ക് വെച്ച് കൈ കൊണ്ട് നന്നായിട്ട് അമർത്തി പരത്തിയെടുക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കി ഒന്നും കൂടി ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. ഇനി ചക്ക തേങ്ങ മിക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് മടക്കിയെടുക്കുക. ഇങ്ങനെ ഒരു 3-4 എണ്ണം കൂടി ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവിലേക്ക് ഈ ചക്ക മിക്സ് കൂടി ആഡ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് വെച്ചിട്ട് വയണയപ്പവും ഓട്ടടയുമാണ് ഉണ്ടാക്കാനുള്ളത്. വയണയില എടുത്ത് കുമ്പിൾ പോലെ മടക്കിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ മാവ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു 5-6 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മടക്കിയെടുത്ത വട്ടയിലയും വയണയിലയും എല്ലാം നമുക്ക് ആവിച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് ഒരു സ്റ്റീമർ അല്ലെങ്കിൽ ആവിച്ചെമ്പ് അടുപ്പിൽ വെച്ച് വെള്ളമൊഴിച്ച് തിളപ്പിക്കുക. ഇതൊന്ന് തിളച്ച് ആവി വരുമ്പോഴാണ് ഈ വയണയപ്പവും ഇലയപ്പവും ഇതിലേക്ക് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ആവി കയറ്റിയെടുക്കുക. ഇത് ആവി കയറുന്ന സമയം കൊണ്ട് നമുക്ക് ചക്ക ഓട്ടട ഉണ്ടാക്കാം. ഈ ചക്ക മാവ് മിക്സ് എടുത്തിട്ട് വേറൊരു ഇലയിൽ നന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇത് മടക്കുക. എന്നിട്ടൊരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ഇതിനെ ചുട്ടെടുക്കണം. ഇരുമ്പ് ചീനിച്ചട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം എടുക്കും ഇതൊന്ന് വെന്ത് വരാൻ. നന്നായിട്ട് മൊരിഞ്ഞ് ചുട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇലയപ്പവും വയണയപ്പവും റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് ചൂടാറിക്കോട്ടെ. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നാടൻ ചക്ക ഐറ്റങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട്. ആ വയണയുടെയൊക്കെ സ്മെല്ലിങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറി വരുന്നുണ്ട്. വയണയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇലയപ്പവും അതിൻ്റെ ഉള്ളിലെ സ്റ്റഫിങ്ങും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചക്ക ഓട്ടടയാണ്. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ചക്ക ഓട്ടട കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അവർ ഇഷ്ടത്തിന് കഴിച്ചു. ചക്ക സീസൺ അല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചക്ക സീസൺ തീരുമ്പോഴേക്ക് ഇത് ട്രൈ ചെയ്യാൻ വെച്ചാൽ നടക്കില്ല. സോ ബൈ ഫ്രം ഫൗസിയ യൂസഫ്.